ഷഫീദ് അതായത് ഈ പുതിയ വിവരം എന്താണ് ഷഫീദ്? ഉന്മേഷ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഡൈവേഴ്സിനുള്ള ഒരു നിർദ്ദേശം അത് നമ്മുടെ ഡ്രോൺ പരിശോധനാ സംഘം, പ്രത്യേക സംഘം നൽകുന്നുണ്ട്. അത് ഔദ്യോഗികമായി അവർ കൈമാറുന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ഒരു മെസ്സേജായി കിട്ടിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, ചലഞ്ച് ഈസ് ടു ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ത്രീ ഇസ് ദ ക്യാബിൻ. അതായത് 3 പ്രധാനപ്പെട്ട സ്പോട്ടുകളാണ് നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പൂനെ CME അവർ നൽകിയിട്ടുള്ള അവരുടെ ലൊക്കേറ്റർ, അതായത് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ അവരുടെ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയ 3 സ്പോട്ടുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡ്രോൺ നടത്തിയ പരിശോധനയിൽ ഈ 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അവർക്ക് ഈ ക്യാബിൻ, അതായത് ട്രക്കിന്റെ ക്യാബിൻ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സിഗ്നൽ ലഭിച്ചില്ല എന്നുള്ളൊരു അപ്ഡേഷൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡ്രോൺ പ്രത്യേക സംഘം നൽകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചലഞ്ച് ഈസ് ടു ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ത്രീ ഈസ് ദ ക്യാബിൻ, മോസ്റ്റ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഫോർ ഡൈവേഴ്സ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനിയും ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. ഉന്മേഷ്, വിജയകുമാർ, നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ആദ്യഘട്ടത്തിലെ സിഗ്നൽ ലഭിച്ചപ്പോൾ നമുക്കുണ്ടായിരുന്ന ആ ഒരു ആശ്വാസം, ആ ഒരു റിസൾട്ടിലേക്കുള്ള വഴി അതിപ്പോഴില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഏതാണ് ക്യാബിൻ എന്ന് കണ്ടെത്താൻ കഴിയാത്തത്ര രീതിയിലേക്ക് അല്ലെങ്കിൽ കഴിയുന്ന ഒരു സിഗ്നൽ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്ക്യൂബ സംഘത്തിന് അതല്ലെങ്കിൽ ഡൈവിംഗ് സംഘത്തിന് അവർക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു. കാരണം എവിടെയെന്ന് കൃത്യമായ ഒരു ആക്ച്വൽ ലൊക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് വേണം. അപ്പോഴാണ് ഈ ഡ്രഡ്ജിംഗ് അടക്കമുള്ള സാധ്യതകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പോയിട്ടില്ല. അതേസമയം ഡ്രോൺ സംഘത്തിന്റെ പരിശോധന അത് നടക്കുകയാണ്. വീണ്ടും അവർ പരിശോധന നടത്തും. ആ പരിശോധനയിൽ ഈ ക്യാബിൻ സാന്നിധ്യം, നേരത്തെ നടത്തിയ പരിശോധനയിൽ ഒരു മെറ്റൽ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു, ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഒരു ക്യാബിൻ സാന്നിധ്യത്തിലേക്ക് ഈ ക്യാബിൻ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നേരത്തെയും ഇന്ദ്രബാലൻ സാർ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അവരുടെ പ്രൈം കൺസേൺ, അതായത് അവരുടെ പ്രഥമ പരിഗണന അവർക്ക് ഈ ക്യാബിൻ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ക്യാബിൻ കണ്ടെത്തിയാൽ ഡൈവേഴ്സിന് അങ്ങോട്ടേക്ക് ഡീപ് ഡൈവ് ചെയ്ത് പോയി ആ ക്യാബിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നില്ല. കാരണം 3 സിഗ്നലുകൾ ലഭിച്ചു. ആ 3 സിഗ്നലുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഈ ട്രക്കിന്റെ ക്യാബിൻ എവിടെ എന്നുള്ള സിഗ്നൽ കൃത്യമായി കിട്ടിയിട്ടില്ല. പക്ഷേ ആ ഡ്രോൺ പരിശോധന തുടരും. ഐബോർഡ് ഡ്രോൺ പരിശോധന ഇപ്പോഴും ശിരൂരിൽ തുടരുകയാണ്. ഉന്മേഷ്, വിജയകുമാർ. ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു വിവരങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ ക്യാബിൻ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരം, ഡ്രോൺ പരിശോധനയുടെ പുതിയ വിവരമാണ് ലഭ്യമാകുന്നത്. ചെറിയൊരു ഇടവേളയിലേക്ക്, അതിനുശേഷം മറ്റ് വിവരങ്ങളിലേക്ക് ഇടവേള.